തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പ് കടിയേറ്റു മരിച്ച 8 വയസ്സുകാരൻ ദിക്ഷലിന്റെ കുടുംബത്തിന് കൈത്താങ്ങായി 24. കുടുംബത്തിന് 24 വീട് നിർമ്മിച്ചു നൽകും. പ്ലൈവുഡുകളും തകരവും കൊണ്ട് മറച്ച താൽക്കാലിക ഷെഡിലെ തറയിൽ കിടന്നുറങ്ങുമ്പോഴായിരുന്നു ദിക്ഷലിന് പാമ്പ് കടിയേറ്റത്. കുഞ്ഞനുജതിക്കൊപ്പം കഴിഞ്ഞ ദിവസവും ഈ വീടിന്റെ മുറ്റത്താണ് ദിക്ഷൽ ഓടിക്കളിച്ചത്. കളിച്ചു തളർന്ന ദിക്ഷൽ മുത്തശ്ശിക്കൊപ്പം വീടെന്ന് പറയാനാകാത്ത ഷെഡിന്റെ മൺതറയിൽ കിടന്നുറങ്ങുമ്പോൾ അപകടം പാമ്പിന്റെ രൂപത്തിൽ പതിയിരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. എവിടെ നിന്നോ കിട്ടിയ പ്ലൈവുഡുകളും തകരങ്ങളും കൊണ്ട് മറച്ച ഒരു താത്കാലിക താമസപ്പുരയാണ് അവന്റെ വീട്. കുഞ്ഞു കാറ്റ് ഒന്നാഞ്ഞു വീശിയാൽ വീടിന്റെ പ്ലൈവുഡ് ചുവരുകളും മേൽക്കൂരയും എല്ലാം തകർന്നു വീഴും. ഇവർ വളരെ ലോയലാണ്. വളരെ വെച്ചാൽ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനം. പിന്നെ അവൻ ഇപ്പോഴൊക്കെയാണ് പണിയൊക്കെ ഇതൊക്കെ ആയിട്ടൊക്കെ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നത്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് അടകൂടി കിട്ടിയ പരിപാടിയാണ്. അപ്പോൾ അതിൽ വീട് വയ്ക്കാനായിട്ടൊക്കെ എഴുതി കൊടുത്തു എന്നൊക്കെ പറയുന്ന കേട്ടില്ല. എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല. അപ്പോൾ അതുവരെ ഒന്നും ആയിട്ടില്ല. ദിക്ഷലിന്റെ കുടുംബത്തിന് പുതിയ വീട് നിർമ്മിച്ചു നൽകുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉറപ്പ് നൽകി. വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഒരു വീടെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ വീട്ടിൽ വെച്ചാണ് ഈ കുട്ടിക്ക് കടിയേറ്റതും കുട്ടി മരിച്ചതും. എന്തായാലും നമ്മൾ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ തയ്യാറാവുകയാണ്. ഈ കുടുംബത്തിന് എത്രയും വേഗം അടച്ചുറപ്പുള്ള ഒരു വീട് നമ്മൾ ഉറപ്പുവരുത്തും. സന്തോഷമെന്ന് ദിക്ഷലിന്റെ പിതാവ് ദിലീപ്. 24 കുടുംബച്ചേട്ടൻ ഒരു വീട് വെച്ച് നൽകും. ഉടൻ തന്നെ അതിന്റെ പ്രാരംഭ നടപടികളൊക്കെ ആരംഭിക്കുകയും ചെയ്യും. ലൈഫ് PMAY പദ്ധതിയിൽ കുടുംബത്തിന് പേരുണ്ടായിരുന്നു. ഫണ്ടുകൾ കൃത്യമായി ലഭിക്കാത്തതിനാൽ കരാർ എഴുതിയിട്ടും പണം നൽകാനായില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.